നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിന്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ 5-ാം ദിവസം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യൗസേപ്പിതാവ്. വാഴ്ത്തപ്പെട്ട വില്യം ജോസഫ് ഷാമിനാഥെ പറയുന്നു, ദൈവവുമായുള്ള വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഐക്യം എത്ര മഹനീയമാണ്. അവൻ നേടിയെടുത്ത പ്രാർത്ഥന എന്ന ദാനം എത്ര അത്യുദാന്തമാണ്. പരിശുദ്ധ റൂഹായുടെ വഴികാട്ടൽ എത്ര അത്ഭുതാവഹമാണ്. വിശുദ്ധ യൗസേപ്പിതാവിനെ നീ അറിയണമെന്നും സ്നേഹിക്കണമെന്നും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒഴിച്ചു നിർത്തിയാൽ മറ്റേതൊരു വിശുദ്ധനേക്കാളും പരിശുദ്ധാത്മാവ് വിശുദ്ധ യൗസേപ്പിതാവിന്റെ ജീവിതത്തിൽ വളരെ സജീവമാണ്. ആത്മാവിന്റെ ഹിതം അന്വേഷിക്കാതെ യാതൊന്നും തന്നെ ഈശോയുടെ ഭൗമിക പിതാവ് ചെയ്തിട്ടില്ല. പരിശുദ്ധാത്മാവിനോടുള്ള വിധേയത്വമാണ് അവൻ ഉറങ്ങുമ്പോൾ പോലും ദൈവവുമായി സംഭാഷിക്കാൻ അവനെ സാധ്യമാക്കി തീർത്തത്. ഈ ആത്മാവിന്റെ വഴികാട്ടലിന് നീയും വിധേയപ്പെടണമെന്ന് വിശുദ്ധ യൗസേപ്പിതാവ് ആഗ്രഹിക്കുന്നു. വിശുദ്ധി എന്ന് പറയുന്നത് നിനക്കൊരിക്കലും എത്തിച്ചേരാൻ കഴിയാത്ത അപ്രാപ്യമായ ആത്മീയ കൊടുമുടിയല്ല. വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹനിർഭരവും ആഴമേറിയതുമായ ബന്ധമാണ്. അതായത് പാപത്തെ ഒഴിവാക്കി പുണ്യങ്ങളുടെ വഴിയിൽ ചരിച്ച് ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും എന്ന കൽപ്പന പാലിച്ചുകൊണ്ട് വിശുദ്ധീകരണ കൃപയിൽ നിലനിൽക്കുക എന്നതാണ്. നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവില്ലാതെ അതിന് നിനക്ക് സാധിക്കുകയില്ല. വിശുദ്ധ യൗസേപ്പിതാവ് എവിടെയെല്ലാം സന്നിഹിതനാണോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവും സന്നിഹിതനാണ്. വിശുദ്ധ യൗസേപ്പിതാവ് പറയും, നീ പരിശുദ്ധാത്മാവിനാൽ നിറയണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥന കൂടാതെ നിനക്ക് ദൈവികമായ ഒരു അടുപ്പമോ ആത്മാവിന്റെ നിർദ്ദേശം പിന്തുടരാനോ സാധിക്കുകയില്ല. വിശുദ്ധനാകണമെങ്കിൽ നീ വിശുദ്ധ യൗസേപ്പിതാവിനെ അനുകരിക്കണം. ഭക്തി നിർഭരമായ ആന്തരിക ജീവിതത്തിന് സമർപ്പണം ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്താലും പരസ്നേഹത്താലും നിന്റെ ഹൃദയം കത്തിച്ചൊലിക്കണം. അതിന് നീ സന്യാസിയോ സന്യാസിനിയോ ആകേണ്ടതില്ല. നിന്റെ ദൈവവിളി എന്തായാലും വിശുദ്ധി എല്ലാവർക്കും ഉള്ളതാണ്. അത് പ്രാർത്ഥിക്കുന്നവരും സജീവമായി ആന്തരിക ജീവിതം നയിക്കുന്നവരും കൂദാശകളാൽ സ്വയം പരിപോഷിപ്പിക്കുന്നവരും പ്രകാശിതരും പ്രാർത്ഥനയും എണ്ണയുമാകുന്ന ഉപവിയാൽ കത്തി ജ്വലിപ്പിക്കപ്പെടുന്നവരുമായ എല്ലാവർക്കും ഉള്ളതാണ്. വിശുദ്ധ യൗസേപ്പിതാവ് ദൈവമക്കൾക്ക് ആന്തരിക ജീവിതം നയിക്കാനുള്ള ഒരു മാതൃകയാണ്. ഒരു വൈദികനല്ലെങ്കിലും എല്ലാ വൈദികരെക്കാളും വിശുദ്ധനാണ് യൗസേപ്പിതാവ്. ഈശോയും മറിയവും കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിശുദ്ധിയും പ്രാർത്ഥനയും പുണ്യപ്പെട്ട ജീവിതവും നയിച്ച വ്യക്തിയാണ്. ആത്മാവിന് ഹിതകരമല്ലാത്തതും പ്രീതികരമല്ലാത്തതുമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം യൗസേപ്പിതാവ് ഒഴിവാക്കിയിരുന്നു. അവനെല്ലാം ചെയ്തത് പ്രാർത്ഥനയിലൂടെയാണ്. വിശ്വാസം, പ്രത്യാശ, ഉപവി എന്നീ പുണ്യങ്ങളും വിവേകം, നീതി, ആത്മനിയന്ത്രണം, സ്ഥൈര്യം എന്നിവയും അവൻ പരിപൂർണമായി അഭ്യസിച്ചിരുന്നു. വിശുദ്ധ യൗസേപ്പിതാവിനെ പോലെ വേറൊരാൾ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. എങ്കിലും നിനക്ക് ലോകത്തിൽ മറ്റൊരു ജോസഫ് ആകാൻ സാധിക്കും. അവന്റെ പ്രാർത്ഥനകളും ആന്തരിക ജീവിതവും നീ അനുകരിച്ചാൽ നീ നിന്റെ ആത്മീയ പിതാവിനോട് സാമ്യം പ്രാപിക്കും. അവനോടുള്ള പ്രതിഷ്ഠ നിന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കും. പരിശുദ്ധാത്മാവ് നിന്നിലുള്ള വിശുദ്ധ യൗസേപ്പിതാവിനെ കണ്ടെത്തുകയും നിന്റെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും അസാധാരണമായ കൃപകൾ ചൊരിയുകയും ചെയ്യും. നിനക്കൊരു വിശുദ്ധനാകാം, നിനക്കൊരു വിശുദ്ധയാകാം. നിന്നെ വേറൊരു ജോസഫാക്കാനും അവന്റെ പിതൃഹൃദയത്തിന് ആത്മാവ് കൊടുത്ത അതേ കൃപകൾ കൊണ്ട് നിന്നെ നിറയ്ക്കണമെന്നും പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനുദിന പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ, ആവേ ജോസഫ്. കരം പിടിക്കണമേ, കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ
പാലകനെ നീതിമാനാകും മാർയൗസേ പിതാവേ തിരുക്കുടുംബത്തിൻ പാലകനെ കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ അപ്പാ എൻ്റെ രക്ഷകന്റെ അപ്പാ കരുതേണമേ കാക്കേണമേ അപ്പാ എൻ്റെ രക്ഷകന്റെ അപ്പാ